ഹലോ അസ്സലാമു അലൈക്കും റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ 14ാമത്തെ നോമ്പാണ്. അപ്പോൾ അത്താഴത്തിന് ഇന്ന് ഒരു 5 മണിയായപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ഉമ്മച്ചി നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. 4:45 ആയപ്പോഴാണ് ഉമ്മച്ചി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫുഡൊക്കെ ചൂടാക്കി റെഡിയാക്കി എടുത്തു. പിന്നെ കട്ടൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്നെ വന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായാണ് കിടക്കുന്നത്. ഒരു 3 മണി 3:30 ആവും കേട്ടോ ഞാൻ കിടക്കുമ്പോൾ. പിന്നെ ഒരു 5 മണിക്ക് എണീക്കുമ്പോൾ തന്നെ കണ്ണൊന്നും കാണാനേ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അതിനിടയിൽ തന്നെ പല്ല് തേച്ചുകൊണ്ട് നിന്ന സമയത്ത് കേസുട്ടൻ്റെ ഒരു കരച്ചിൽ കേട്ടിട്ടാണ് ഞാനിങ്ങനെ അന്തം വിട്ട് മീങ്ങസീനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അരിപ്പത്തിരിയും ചിക്കൻ കറിയായിരുന്നേ. നമ്മുടെ അവിടെ ഒറട്ടി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതും ചിക്കൻ കറിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഹേസുട്ടന് കുറുക്ക് കാച്ചി വെച്ചു. അതിനിടയിൽ തന്നെ കട്ടൻ ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ലൈറ്റായിട്ടുള്ള കട്ടൻ ചായയുടെ രസം. ചായക്കാലം നമ്മൾ ചായ രാത്രിയിൽ ലേറ്റായിട്ടാണ് കുടിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റാണ് ചായയുടെ പരിപാടി കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നീട് പാൽ ചായ കുടിക്കാനായിട്ട് നിൽക്കില്ല. ചില ദിവസങ്ങളിൽ മാത്രം അങ്ങനെ ചായയൊക്കെ കുടിക്കുമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഹേസുട്ടൻ ഇന്ന് കൂരവാണ് കേട്ടോ കാച്ചിട്ടുണ്ടായിരുന്നത്. കൂരവും നട്ട്സ് പൗഡറും മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കട്ടത്തിൻ്റെ സിറപ്പും പിന്നെ കുറച്ച് മഖാനയുടെ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. മഖാന പൗഡർ എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അത് ലോട്ടസ് സീഡാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കുറുക്കൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമസ്കരിച്ച് ഖുർആനൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നേ. റൂമിൽ വന്ന സമയത്ത് ഏസുട്ടൻ കിടക്കുന്നത് കണ്ടിട്ട് പാവം തോന്നി കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് തൊട്ടിൽ കിടത്താനായിട്ട് നോക്കിയതാണ്. പക്ഷേ തൊട്ടിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നീട് ഞാൻ അടുത്ത് കിടത്താറുണ്ട് തൊട്ടിൽ ഉറക്കിയതിന് ശേഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുർആനൊക്കെ ഓതിയതിന് ശേഷം എനിക്ക് വീഡിയോൻ്റെ തന്നെ കുറച്ച് പണികളുണ്ടായിരുന്നേ, എഡിറ്റൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഹീസുട്ടൻ്റെ കൂടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഹീസുട്ടൻ രാവിലെ എഴുന്നേറ്റതിലേ ഭയങ്കര അലമ്പായിരുന്നേ. ഭയങ്കര നിർബന്ധവും വാശിയും കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറ്റി അവനെ റെഡിയാക്കി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് ശേഷം കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഹേസുട്ടനെ കുറുക്ക് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഭയങ്കര നിർബന്ധവും വാശിയൊക്കെ ആയതുകൊണ്ട് രാവിലത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ആൾ ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അതിനിടയിൽ ട്രൈപോഡും കൊണ്ട് നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പിറകെ വന്ന് കരച്ചിലായിരുന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ തന്നെ എൻ്റെ ട്രൈപോഡിൻ്റെ ആ ഒരു ഫോൺ ഹോൾഡർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെത്തി പണിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ വേറൊരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഹേസുട്ടന് കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറുക്ക് കുടിക്കാൻ നേരത്ത് ഭയങ്കര കരച്ചിലും വാശിയും അങ്ങനെ 2-3 വഴക്കൊക്കെ കൊടുത്തപ്പോൾ ആൾ ഓക്കെ ആയി. രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് 2 കല്ലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതടിച്ച് വാങ്ങി കളഞ്ഞതിനായിരുന്നു കേട്ടോ ആദ്യത്തെ വഴക്ക്. അതിനുശേഷം കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അത് കയ്യിൽ കഴുകി കൊടുത്തതിന് ശേഷം പിന്നീട് കഴുകിയതിന് കരച്ചിലായിരുന്നു. അങ്ങനെ ഓരോ കാരണങ്ങൾ അവർ തപ്പുമായിരുന്നേ. ഇതാണ് ആ വഴക്കിൻ്റെയൊക്കെ ഉടമസ്ഥൻ. 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് താഴെ അങ്ങനെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര വാശിയും കരച്ചിലും കൂടെ ആക്കി ആ 2 പേരെയും കയ്യിൽ വെച്ച് കഴിഞ്ഞാലേ അവന് സമാധാനമാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 2 ഏതെങ്കിലും ഒന്നിനെ കാണാതായി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ വല്ല പത്രത്തിലും പരസ്യം കൊടുത്താലോ എന്ന് തോന്നിപ്പോവേ. അതേപോലത്തെ ഡിസൈനൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നോക്കി വെച്ചിരിക്കും ഞാൻ. വേറെ ഓടിപ്പോയി പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവന് മനസ്സിലാവുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കുറച്ച് നേരം ബഹളമൊക്കെ ആയിരുന്നു. ഈ ബോൾ കാണുന്ന സമയത്തെങ്കിലും കുറച്ചൊന്ന് ആശ്വാസമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബോളും തപ്പി എടുത്തോണ്ട് വന്നവരൊക്കെ അതിനും ചുമ്മാ കരച്ചിലായിരുന്നേ. അങ്ങനെ ഞാൻ 2 അടിയൊക്കെ കൊടുത്തു. പിന്നെ അടി കൊടുത്തതിന് കരച്ചിലായി. പിന്നെ കുറച്ച് നേരം സ്നാക്ക് ടൈം ആയ സമയത്ത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തോണ്ട് വന്നപ്പോൾ അതും ഇഷ്ടപ്പെടുന്നില്ല. പഴം എടുത്തോണ്ട് വന്നപ്പോൾ അതും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ലാസ്റ്റ് എൻ്റെ കുഞ്ഞു പാണ്ട എടുത്തോണ്ട് കൊടുത്തു. അത് കണ്ട സമയത്ത് കുറച്ചൊന്ന് മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരം വാപ്പച്ചിയുടെ അടുത്താക്കിയതിന് ശേഷമാണ് കുക്കിങ്ങിൻ്റെ പരിപാടിയിലൊക്കെ പോയത്. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറും അതേപോലെ മെഴുക്കുവരട്ടിയും ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ചക്ക എരിശ്ശേരി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉമ്മച്ചിയായിരുന്നു കേട്ടോ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഭയങ്കര നിർബന്ധവും വാശി ആയതുകൊണ്ട് അവൻ്റെ പിറകെ തന്നെ നിന്ന് കരയിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചി തന്നെ കുക്കിങ്ങൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എളുപ്പമായിരുന്നു. അവൻ്റെ ആ ഒരു ടാൻഡ്രവും അതുപോലെ ഫുഡ് കൊടുക്കലും എല്ലാം കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ രാവിലെ തുടങ്ങിയ വാശി തീരാത്തത് കൊണ്ടുള്ള
ഫ്രസ്ട്രേഷനിലായിരുന്നു കേട്ടോ രാവിലെ മുതൽ. എനിക്കിപ്പോൾ ഉറക്കമൊന്നും ശരിയാവാത്തത് കൊണ്ട് അവനെ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നുള്ളത് പോലും എനിക്കറിയാൻ വയ്യ. കാരണം അത്രയും ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഉറക്കവും ശരിയാവുന്നില്ല, അങ്ങനെ പരിപാടിയൊക്കെ ആകെ കുളമായി കിടക്കുകയാണ്. ചില നേരത്തെ നല്ല ദേഷ്യം വരും കേട്ടോ. ചോറ് കൊണ്ടുവന്ന സമയത്തും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നേ. അങ്ങനെ ചോറ് കൊടുക്കാൻ വന്ന സമയത്തും ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ്റെ കസേരയിലൊക്കെ ഇരുത്തി പിബൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തതാണ്. പക്ഷേ പിബ് കെട്ടിയതിന് പിന്നെ കരച്ചിലായി. പിബ് മാറ്റിയിട്ടും ആ ഒരു കരച്ചിൽ അങ്ങനെ തന്നെ നിന്നു. പിന്നെ ഓരോന്ന് ചൂണ്ടി കാണിക്കുന്നുണ്ടായിരുന്നേ, ഓരോന്ന് എടുത്തു കൊടുക്കാനായിട്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം കരഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ ഈ ഒരു സംഭവത്തിനാണെന്ന്. ട്രൈപോഡിലുണ്ടായിരുന്നൊരു ഐറ്റമാണ് അത്, ഇളക്കി വെച്ചിട്ട് അതും കൊണ്ട് നടക്കുകയായിരുന്നേ രാവിലെ മുതൽ. അപ്പോൾ അതിനായിരുന്നു കരഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കയ്യിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കാലിലും കാണാൻ വീണ് കഴിഞ്ഞാൽ വേദനിക്കുമെന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഭയങ്കര ബഹളവും വാശിയൊക്കെ ആയിരുന്നു. 2-3 അടിയൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ ആൾ. ഉറങ്ങാൻ കുറച്ച് നേരം എടുത്തു. ആ സമയത്ത് തുണികളൊക്കെ ഒരുപാട് അടുക്കാനും മടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ തുണികൾ വാഷ് ചെയ്യാനായിട്ട് ഇടാനുണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ 2-3 ഡ്രസ്സുകൾ ഹേസുട്ടൻ മാറും. ഞാൻ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. കാരണം മെഷീനിൽ കഴുകുന്നത് കൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സും വല്ലാണ്ടായി പോവുകയാണേ. അതുമല്ല വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഡ്രസ്സിലാവുന്നില്ല. പിന്നെ അവൻ തന്നെ ഒരു കോലമായിട്ട് പുറത്തൊക്കെ പോയിട്ട് വിയർത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ പിന്നെ അങ്ങ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതലും ഞാനിപ്പോൾ പുറത്ത് ഇറക്കാറില്ല കേട്ടോ. നല്ല വെയിലായി തുടങ്ങി. 2-3 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്തിട്ട് പിന്നെ അങ്ങ് ചൂടായിട്ടുണ്ടേ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിയതല്ല. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ ആ ഒരു മൂഡ് ഓഫൊക്കെ മാറാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം അവൻ്റെ മാറ്റൊക്കെ എടുത്തിട്ട് കൊടുത്ത് അതിൽ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവന് അത്യാവശ്യം ഒരുപാട് ടോയ്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നും വെച്ചിട്ട് കളിക്കില്ല. ആകെ ഈ ഒരു സ്റ്റാക്ക് ചെയ്യുന്ന ഈ ഒരു സംഭവം മാത്രമാണ് കൂടുതൽ ഇഷ്ടം. ബാക്കി എല്ലാം അവിടെ ഇവിടെ മാറിയിടും കേട്ടോ. ഒരു കുഞ്ഞ് കിച്ചണായിട്ടുള്ളൊരു ടോയ് ഇപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. 800 രൂപ ആയിട്ടുള്ളതാണ് സംഭവം. പക്ഷേ ഒരു 2 ദിവസം മാത്രമേ അതിൻ്റെ അടുത്തുള്ള ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതും കളഞ്ഞു. ഇപ്പോഴും ഈ ഒരു ഐറ്റമാണ് ഇഷ്ടം. അങ്ങനെ കുറച്ച് ഞാൻ കാർട്ടിലിട്ടിട്ടുണ്ട് ഇതുപോലത്തെ ഐറ്റംസ്. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ റോഡ് മുതൽ അങ്ങ് താഴത്തെ പെരയിടം വരെ കാണും കേട്ടോ. ഇതെല്ലായിടത്തും കൊണ്ടിടും. ഇതേപോലെ സ്റ്റാക്കൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് എടുത്ത് ഓരോന്നും ഓരോ സൈഡിലായിട്ട് കൊണ്ട് കളയുവേ. അതുകൊണ്ട് എനിക്ക് പാടായിട്ട് ഞാൻ പിന്നെ അതെടുത്ത് ഒളിച്ച് വെക്കലായി. കാരണം പിന്നീട് ഓരോന്നും ഓരോ സ്ഥലത്ത് കാണുന്ന സമയത്ത് അവന് വീണ്ടും അത് ഫുള്ളായിട്ട് വേണം. അതിന് കരയും. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടാവും. അത് കാണാത്തത് കൊണ്ട് പിന്നീട് കിടന്ന് കരച്ചിലാവും. അതുകൊണ്ട് ഞാനത് ഒളിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തന്നെ പണിയാവും. അതുകൊണ്ട് ഞാനതെടുത്ത് ഒളിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഭയങ്കര ബഹളമൊക്കെ ആയ സമയത്ത് എല്ലാം കൂടി എടുത്തിട്ട് കൊടുത്തു. അത് കുറേ നേരമൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് കരച്ചിലും ബഹളമൊക്കെ ആയി. ആകപ്പാടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുകയായിരുന്നു. എനിക്കും നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡും ആയിരുന്നു കേട്ടോ. കാരണം ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം നല്ല രീതിയിൽ നിർബന്ധം ഉള്ളത് കൊണ്ട് എന്നത്തെയും പോലെ കളിപ്പിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. നല്ല രീതിയിൽ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് കൂടെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ആ ഒരു നിർബന്ധവും വാശിയും ഒപ്പം നല്ല രീതിയിൽ ഫീഡും കൂടെ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കവും ശരിയാവുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഫീഡ് ചെയ്യുന്ന ത്രൂ ഔട്ട് ഫീഡ് ചെയ്യുന്ന 2 മണിക്കൂറൊക്കെയാണ് ആകെ ഉറങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ഉറക്കത്തിൽ തന്നെ ഇങ്ങനെ ഫീഡൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ കയ്യിൽ നിന്നില്ല. അവൻ്റെ വാശിയൊക്കെ കൺട്രോൾ ചെയ്യാനും മാത്രമുള്ളൊരു സഹനശക്തി ഇന്ന് എനിക്കില്ലായിരുന്നു. നല്ല രീതിയിൽ നോമ്പിൻ്റെ ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉമ്മച്ചി ബാക്കിയുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ. ഉമ്മച്ചി ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കുമായിരുന്നു. അവൻ്റെ ആ ഒരു രാവിലെ തന്നെ കോള് മാറി നിൽക്കുന്നത് കൊണ്ട് ഉമ്മച്ചിയൊക്കെ ബാക്കി പരിപാടിയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ വന്ന് ഫ്രൂട്ട്സും അതേപോലെ ജ്യൂസൊക്കെ റെഡിയാക്കി ടേബിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വാപ്പച്ചി അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് എടുത്തുകൊണ്ടൊന്നും പുറത്ത് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തിരുന്ന് കളിപ്പിക്കുകയും എങ്കിലും 2-3 തവണയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. ആൾക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടാൻട്രം ഹാൻഡിൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വാപ്പച്ചിയും ടയേർഡാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. കുറേ നേരമൊക്കെ ടി വിയിൽ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ആൾ ഒതുങ്ങുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടേബിളൊക്കെ ചെയ്തതിന് ശേഷം ബാങ്ക് കേൾക്കാറായിട്ടുണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി വന്നപ്പോഴേക്കും കറക്റ്റ് സമയമായിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ തന്നെ ഓരോ പണികളും ഒക്കെ ഉണ്ടായിരുന്നേ.
അപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു വാശിയും കരച്ചിലൊക്കെ രാവിലെ മുതലേ കേട്ടിട്ട് വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു മൈൻഡ് ഇല്ലായിരുന്നേ. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഷമാമും നമ്മുടെ വാട്ടർ മെലണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസായിരുന്നു കേട്ടോ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു പേരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനിടയിൽ തന്നെ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ഇരുന്നപ്പോൾ നല്ല കുട്ടിയായിട്ട് വന്ന് കുറച്ച് ഷമാമ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ കഞ്ഞി കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എഴുന്നേറ്റ് വന്ന പാടെ തന്നെ ഒരു പഴം കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പഴം ഒരു കാൽഭാഗം കഴിച്ചപ്പോൾ തന്നെ കരച്ചിലും ബഹളമൊക്കെ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു നോമ്പ് കഴിഞ്ഞ് കൊടുക്കാമെന്ന്. പിന്നെ ഈ ഒരു കട്ട് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഷമാമ് എന്തോ ഇന്ന് ഭാഗ്യത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ ഓടി വന്ന് 2-3 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു സമാധാനത്തിന് ഞാനായിരുന്നു അതെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴിച്ചപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമസ്കരിച്ചതിന് ശേഷം പിന്നീട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്നുള്ള സമാധാനത്തിരുന്നു. അല്ലാന്നുണ്ടെങ്കിലും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അവനൊന്നും കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനിൽ എനിക്ക് സമാധാനത്തിൽ നമസ്കരിക്കാനും പറ്റത്തില്ലേ. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ച് നമ്മൾ കുടിച്ചതിന് ശേഷമാണ് മച്ചിരി ഉള്ളിവട എടുക്കാൻ മറന്നു പോയല്ലോ എന്ന് വിചാരിച്ചതേ. ഇത് നമ്മുടെ ഷമീ സിത്താര റെസിപ്പിയാണ് കേട്ടോ. ഉമ്മച്ചി എല്ലാം ഫോളോ ചെയ്യുന്നത് ഷമീ സിത്താരയാണ്. എപ്പോഴും ഉമ്മച്ചി പറയും എന്തൊക്കെ ഷമീസ് ചെയ്യുന്നത്, എന്ത് അടിപൊളിയാണ് എല്ലാ റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷമീസിൻ്റെ റെസിപ്പിയൊക്കെ. സാമ്പാറാണെന്നുണ്ടെങ്കിലും ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ബീഫാണെന്നുണ്ടെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആളുടെ റെസിപ്പി എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുവേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഉമ്മച്ചിയുടെ ഫീഡ് ഫുള്ള് എൻ്റെയും ഷമീസിൻ്റെയും വീഡിയോസാണ് കൂടുതലും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ കുറേ പേര് ഇൻസ്പയറിങ് ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോസ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത്, ആ ഒരു ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് ഇൻസ്പയറിങ് ആയിട്ടുള്ള ആളാണ്. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഉള്ളിവടയും 1-2 ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒരെണ്ണമൊക്കെ ആണെന്ന് തോന്നുന്നു, ബാക്കിയൊക്കെ അവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമസ്കരിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമസ്കാരത്തിൻ്റെ ഇടയിൽ തന്നെ ഓരോ ഐറ്റംസ് കൊണ്ടുവന്ന് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു, ടോയ്സൊക്കെ. അപ്പോൾ ആ പരിപാടിയൊക്കെ ആയിരുന്നു. അതിന് ശേഷം നമസ്കരിച്ച് ഇറങ്ങിയിട്ട് ഒന്ന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നേ. കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്, മാഷാ അല്ലാ. അതിനി എന്നാണ് അത് വെറുക്കുന്നത്, നോമ്പ് കഞ്ഞി കേട്ടോ. നമ്മളെ വീട്ടിൽ അത് വലിയ മസാലയൊന്നും ഇടാത്ത പ്ലെയിൻ ആയിട്ടുള്ള തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്. ഇതിൽ തേങ്ങാപ്പാലും അതേപോലെ ചെറിയ ഉള്ളിയും കുറച്ച് ഉലുവയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആൾ കുടിക്കുന്നത്. ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുസ്തി കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ കുറുക്കും എല്ലാം കണക്കാണേ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഉമ്മച്ചി നമ്മളെ നൈബർ തന്നെ കുറച്ച് പൊങ്കാലച്ചോറും തിരളിയപ്പവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെടുത്തത് കേട്ടോ. ഇതൊക്കെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ പൊങ്കാലച്ചോറൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നെയ്സുട്ടനെ കഞ്ഞി എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറും ചക്കരിശ്ശേരിയും പിന്നെ കുഞ്ഞു ചാള കിട്ടിയിട്ടുണ്ടായിരുന്നേ. കുറേ ദിവസം മീനും ചിക്കനും ഒക്കെ ആയപ്പോൾ എനിക്കങ്ങ് നെത്തോലിയോ ചെറിയ ചാള കഴിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ കുഞ്ഞു ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചക്കയും പയറുപ്പേരിയും ഒക്കെ ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, സ്വാഭാവികം. കിച്ചണിൽ അങ്ങറ്റം ഇങ്ങറ്റം പാത്രമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും കേട്ടോ ഫ്രഷ് ആവുന്നത്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാനും ഉമ്മച്ചിയും അതിന് ശേഷമാണ് ഫ്രഷ് ആകാനായിട്ട് കയറുന്നത് കേട്ടോ. കാരണം അതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി ഊപ്പാട് ഓരോ ദേഹത്തൊക്കെ നല്ലോണം വെള്ളമാവേ. അപ്പോൾ എന്തായാലും നോമ്പൊക്കെ തുറന്ന് നമസ്കരിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് കിച്ചണൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ച് ചൂലും കൊണ്ട് വന്നപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത് വണ്ടിയിൽ കുറച്ച് പഴം ഇരിപ്പുണ്ട്, അതെടുത്തിട്ട് വരാനേ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്ന കണ്ടിട്ട് എൻ്റെ പിറകേ വന്നിട്ടുണ്ട് ആൾ. അങ്ങനെ പഴമൊക്കെ എടുത്ത സമയത്ത് എന്നെ എടുക്കാൻ സമ്മതിച്ചില്ല. അത് 2 കിലോ മറ്റോ ഉണ്ടായിരുന്നേ. അത് തൂക്കി എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നെ എടുക്കാൻ സമ്മതിക്കാതെ ആൾക്ക് എന്നെ സ്വന്തമായിട്ട് എടുക്കണമെന്ന് വാശി പിടിച്ച് അങ്ങനെ ആൾ ഒറ്റയ്ക്ക് വലിച്ചിഴച്ച് ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് പോകുന്ന പോലെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പകുതി കഴിഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന കാരണം കണ്ടിട്ട് പാവം തോന്നി ഞാൻ അമ്മച്ചിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് നേരം കരച്ചിലൊക്കെ ആയിരുന്നു. ആൾക്ക് എന്ത് കിട്ടട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ ഇത്. കുറച്ച് നേരത്തെ സമാധാനത്തിന് വേണ്ടിയിട്ട് ടോയ്സ് എല്ലാം എടുത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഹാളിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ടോയ്സ് ആയിരുന്നു കേട്ടോ. അതും കുഞ്ഞു ഐറ്റംസ് ആയിരുന്നു. ഈ ഒരു കിച്ചണിൻ്റെ സെറ്റിനകത്ത് ഒരുപാട് കുഞ്ഞു ഐറ്റംസ് ഉണ്ടായിരുന്നേ.
വെജിറ്റബിൾസ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ആക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ എടുത്ത് അതിനകത്ത് ഇടലായിരുന്നു കേട്ടോ ടാസ്ക്. ഹേസുട്ടൻ്റെ തന്നെ ഡയപ്പറിൻ്റെ കാർട്ടൂണാണ് കേട്ടോ അത്. ഒരുപാട് ടോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ബാസ്ക്കറ്റിലൊന്നും ഒതുങ്ങൂല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഇതിനകത്താണ് ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് വെക്കുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഡയപ്പറിൻ്റെ ബോക്സൊക്കെ ഒരു മാറ്റിയിട്ട് ഡയപ്പർ മാത്രമായിട്ട് കൊണ്ടുവരും കേട്ടോ. കവറ് വലിയ ബൾക്കായിട്ടുള്ള കവർ മാത്രമായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള പാട് കാരണമാണ് ഒരു സ്കൂട്ടിയിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത് ഈ ഒരു ബോക്സൊക്കെ കാർട്ടൂണൊക്കെ മാറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് ഈ ഒരു സംഭവം തന്നെ യൂസ് ചെയ്തിട്ട് അത് പരുവായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഹേസുട്ടൻ്റെ ഗുസ്തിയും കൂടെ നോക്കിയേ, അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് കാരണോ എന്തൊക്കെ ചെയ്യുമെന്ന് അവന് തന്നെ അറിയത്തില്ല. അതാണ് പ്രശ്നം. വാപ്പച്ചി അമ്മച്ചി അതിൻ്റെ ഇടയിൽ തന്നെ 300 പ്രാവശ്യം എന്ന് പറയുന്നുണ്ട്, വീഴും, പിടിക്ക്, എടുക്കുക എന്നൊക്കെ. എനിക്കിതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. കാരണം രാവിലെ മുതലേ വാശി കാണിച്ചത് കൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെന്നായി. പിന്നെ അതിനകത്ത് ഇടാൻ സമ്മതിക്കാണ്ട് കുറേ നേരം അതിനകത്ത് തലയിട്ടിട്ട് ഉള്ള പരിപാടിയായിരുന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അതിന് ശേഷം കുറേ നേരമൊക്കെ ഞാൻ ഇങ്ങനെ ടോയ്സൊക്കെ എടുത്തിടുന്നതൊക്കെ കണ്ടിട്ട് പാവം തോന്നി. അവൻ തന്നെ എടുത്ത് ഇടാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പായൊക്കെ മടക്കിയിട്ട് റൂമെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് പോകുമായിരുന്നു. അതിനിടയിൽ തന്നെ വീണ്ടും ആ ഒരു ബോക്സ് തട്ടിയിട്ട് അതിൻ്റെ അകത്തിരുന്ന എല്ലാം പുറത്തിട്ട് പിന്നെ അമ്മച്ചിയും പാപ്പച്ചിയും അവനുമായിട്ടുള്ള യുദ്ധമായിരുന്നു. ഇന്ന് നല്ല അടി കൊള്ളാത്തതിൻ്റെ കുറവായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് കോള് കാണിക്കുന്ന ഇനി വീണ്ടും അതെടുത്ത് പുറത്തിട്ടാലോ എന്നൊക്കെ കരുതിയിട്ട് പാപ്പച്ചി കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തു. അത് കണ്ട് കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ എങ്ങനെ അത് പുറത്തൊക്കെ എടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കുകയായിരുന്നു. വീണ്ടും അമ്മച്ചി വഴക്ക് പറയുന്ന സമയത്ത് കുറച്ചൊന്ന് മാറ്റം ഉണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ശ്രദ്ധ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയൊക്കെ അടിച്ച് കാരി കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധയൊക്കെ മാറും. ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധ മാറുന്ന സമയത്ത് എന്തായാലും അതൊന്ന് പൊക്കിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട്. അപ്പോൾ ഉമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ പണികൾ ചെയ്യുന്നതുകൊണ്ട് അതിനിടയിൽ തന്നെ ഇവൻ ഓരോന്ന് കാണിക്കുന്നതുകൊണ്ട് വീണ്ടും എനിക്ക് പണിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മച്ചി അവിടെ കുറ്റി അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതെടുത്ത് പുറത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ നോക്കി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ അടിച്ചു കാരി കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചി പോയി കുളിച്ചിട്ടുണ്ടായിരുന്നത്. 2 റൂമിൽ ലൈറ്റൊക്കെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹേസുട്ടനെ കൊണ്ട് പറ്റുന്ന മാക്സിമം പണികൾ അവൻ ചെയ്ത് വെക്കും. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച സമയക്കുറവ് കാരണം എൻ്റെ ഫുള്ള് കഴിവുകളും പുറത്തെടുക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ കിണിച്ചുകൊണ്ട് വയ്ക്കും കേട്ടോ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട്. അങ്ങനെ അടിച്ചു വാരിയൊക്കെ നിന്ന സമയത്ത് ഹേസുട്ടന് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ദേഹത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് മാറ്റിയിട്ട് ദേഹമൊക്കെ കഴുകി കൊടുക്കാമെന്ന്. അങ്ങനെ കൊണ്ടുപോയി ദേഹമൊക്കെ കഴുകി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മോയ്സ്ചറൈസർ എടുത്തിട്ട് കൊടുക്കാൻ നേരത്ത് ഇതേപോലെ ആയിരുന്നു. ലോഷന് കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉമ്മച്ചിടയിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാനും ഫ്രഷായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം നമസ്കരിക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും നല്ല ടയേർഡായി ചത്ത് ആ പരുവായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നാളത്തെ വ്ളോഗിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.